ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പരപ്പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളിലെ നൊമ്പരപ്പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും സർവാധിപതിയുമായ ദിവ്യകാരുണ്യേശോയെ, എല്ലാത്തിനെയും അധിപനായിരുന്നിട്ടും എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായിരുന്നിട്ടും മനുഷ്യ മക്കളായി ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി സ്വയം ശൂന്യനാക്കി ഞങ്ങളുടെ രൂപം സ്വീകരിച്ച് മനുഷ്യനായിട്ട് അങ്ങ് അവതരിച്ചു. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ, നിയമത്തിന് വിധേയനായിക്കൊണ്ട് ഞങ്ങളുടെ കൂടെയായിരിക്കുവാൻ അങ്ങ് ദിവ്യകാരുണ്യമായിട്ട് മാറി. ഞങ്ങളുടെ വേദനകളില്, പാപങ്ങളില്, ബലഹീനതകളില്, വീഴ്ചകളില്, ഞങ്ങളുടെ നിസ്സഹായതകളില് കർത്താവേ, ഞങ്ങൾ ഏത് അവസ്ഥയിലുമാകട്ടെ, ഭയത്തില്, ഉത്കണ്ഠയില്, ആകപ്പാട് തകർന്നടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിക്കൊള്ളട്ടെ, അങ്ങ് ഞങ്ങൾക്ക് രക്ഷകനാണ്, വിമോചനമാണ്, സൗഖ്യമാണ്, വിടുതലാണ്, ശക്തിയാണ്, ധൈര്യമാണ്. എല്ലാമാകുന്ന കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളില്, ഞങ്ങളുടെ കുടുംബ മേഖലകളില്, സാമ്പത്തിക മേഖലകളില്, ഞങ്ങളുടെ മക്കളില്, മക്കളുടെ പഠന മേഖലകളില്, ഈശോയെ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ മേഖലകളിലും അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എല്ലാം നിൽക്കുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോയോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം നാം ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. കർത്താവ് ജോഷുവോട് പറഞ്ഞില്ലേ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവേ, മോശ അങ്ങയോട് പറഞ്ഞില്ലേ, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത്.
അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ മറ്റുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വ്യത്യസ്തരാണ്. എല്ലാ മേഖലകളിലും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. എന്നാൽ കർത്താവേ, അങ്ങയിൽ വിശ്വാസം അർപ്പിച്ച് അങ്ങേക്ക് വേണ്ടി ദാഹിച്ച് അങ്ങയെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. ഇന്ന് പല മക്കൾക്കും അങ്ങയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരി അവസ്ഥകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് അവർ പറയുന്നു. പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങയോട് ചേർന്ന് നിന്നിട്ട് ഇഷ്ടപ്പെടില്ല, ഒരു മാറ്റമില്ല എന്നൊക്കെ വേദനിക്കുന്ന അനേകം മക്കൾ ഈ സമയം കർത്താവേ, അങ്ങയുടെ ഏത് അവസ്ഥയിലും വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ തിരുസന്നിധിയിലേക്ക് വിളിക്കുന്നുവല്ലോ. അങ്ങയുടെ വലിയ സ്നേഹത്തില്, അങ്ങയുടെ വലിയ കരുണയില്, അങ്ങയുടെ സാന്നിധ്യത്തില് എപ്പോഴുമായിരിക്കുവാൻ അങ്ങനെ അങ്ങ് ഞങ്ങളെ കൈവിടില്ലെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഓ കർത്താവേ, വലിയ സ്നേഹത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തന്നെ പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയില് അങ്ങേ മക്കളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് എല്ലാം സമർപ്പിച്ച് വിശ്വാസത്തിന്റെ ബലവും പ്രത്യാശയുടെ കരുത്തും എന്നും അങ്ങയിൽ ഉറച്ചു നിൽക്കാനുള്ള അഭിഷേകവും നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈശോയെ, അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും സഭയെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരോടും ചേർന്ന് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. മഹത്വം കർത്താവേ, സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു യേശുവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ കർത്താവേ, ജീവിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ രക്ഷകനെ, കൂടെ വസിക്കുന്നവരെ, ഞങ്ങളുടെ പാപങ്ങളില്, ബലഹീനതകളില്, രോഗപീഠകളില്, തകർച്ചകളില്, ഞെരുക്കങ്ങളില് ഈശോയെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്ന കർത്താവേ, വിശ്വസ്തനായ കർത്താവേ, കൂടെ വസിക്കുന്ന കർത്താവേ, ദിവ്യകാരുണ്യമായ യേശുവേ, ഞങ്ങളെ കൈവിടാത്ത യേശുവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന യേശുവേ, ഞങ്ങൾക്ക് വിജയം നൽകുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവേ, നന്ദിയോടെ സമർപ്പിച്ച് ആരാധിക്കുന്നു. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. അങ്ങ് ഞങ്ങൾ അങ്ങിൽ ഉറച്ചു നിൽക്കട്ടെ ഈശോയെ. ആരാധന, ആരാധന. മഹത്വം, മഹത്വം. നന്ദി, നന്ദി. സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി കർത്താവേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെന്നേശുവേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെന്നേശുവേ. കഴിവല്ല കൃപയാണേ, ബലമല്ല നിന്ദയയാണേ. കഴിവല്ല കൃപയാണേ, ബലമല്ല നിന്ദയയാണേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. കർത്താവേ, അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളായ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏതവസ്ഥയിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ ആരും നശിച്ചു പോകാതെ അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നില്ല കർത്താവേ.
ഞങ്ങളെല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളോടും കൂടി അങ്ങയുടെ വലിയ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കരുണയുടെ മണിക്കൂറില് ഈ കരുണ പ്രവാഹത്തിനു വേണ്ടി ഇതാ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പ്രത്യേകമാവിധത്തില് നമ്മുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും നമ്മുടെ മക്കള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കള് പരീക്ഷയ്ക്കായി ഒരുക്കുന്ന ഒത്തിരിയേറെ മക്കള്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകമാവിധം നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക മക്കള് ഭയന്ന് ഒത്തിരിയേറെ നിരാശയില് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തില് തോൽവിയില് തടസ്സപ്പെട്ട് കിടക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അനേക മക്കളാണ് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്, പരീക്ഷയ്ക്കായിട്ട് പഠിക്കാൻ പോകുന്ന മക്കള്, പരീക്ഷാ പേടിയില് സംശയിച്ചു നിൽക്കുന്ന മക്കള്, കർത്താവേ അങ്ങയുടെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പരാജയ ഭീതിയില് വേദനിക്കുന്ന മക്കള്, പ്രത്യാശയിലും വിജയ ചിന്തയിലും അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ മക്കളെയും നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളോടുകൂടെയും സമർപ്പിച്ച് കർത്താവിന്റെ ശക്തമായ ഇടപെടലിനു വേണ്ടി നമ്മുടെ മക്കൾ കരുത്തുള്ളവരായി തീരുവാൻ, നന്നായിട്ട് പഠിക്കുവാൻ, വിജയം കൈവരിക്കുവാൻ, പാപത്തിൽ വീഴാതെ, ലോകാരൂപിക്ക് അടിമപ്പെടാതെ, വിശ്വാസത്തില് ഈശോയോട് ഉറച്ചു നിൽക്കുവാൻ, ചേർന്ന് നിൽക്കുവാൻ, അതോടൊപ്പം തന്നെ ദൈവകൃപയിൽ നിറയപ്പെട്ട് വളരുവാൻ, ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മുടെ മക്കൾക്കെല്ലാവർക്കും കൃപ ലഭിക്കണം. അതിനെല്ലാം വേണ്ടി നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയില് അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് നമ്മളെല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുമക്കള്, യുവമക്കള്, പരീക്ഷ എഴുതുവാൻ വേണ്ടി കാത്തിരിക്കുന്ന മക്കള്, അതിനുവേണ്ടി ഒരുങ്ങാൻ വേണ്ടി പോകുന്ന മക്കള്, ഈശോയെ അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന, അങ്ങ് ഞങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ട എല്ലാ കൃപയും അഭിഷേകവും ശക്തിയും എല്ലാ കൃപകളും നിറച്ച് ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ മക്കളെയും സമർത്ഥമായി അനുഗ്രഹിച്ച് അവരെ ബലപ്പെടുത്തണമേ എന്ന് ദിവ്യകാരീശോയെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ദാനമായിട്ട് ഞങ്ങൾക്ക് നൽകിയ, ഞങ്ങളെ ഭരമേൽപ്പിച്ച എല്ലാ മക്കൾക്കും വേണ്ടി ഈശോയെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, ഈശോയെ ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. ഈശോയെ, ഏറ്റവും പ്രത്യേകമായ വിധത്തില് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾക്കെല്ലാം അങ്ങയിലുള്ള ഉറച്ച വിശ്വാസം നൽകണമേ. ഏതവസ്ഥയിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത, അത് സത്യമാണല്ലോ കർത്താവേ, അത് ഞങ്ങളുടെ മക്കൾ അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ദാവീദ് പറഞ്ഞ പോലെ മരണത്തിന്റെ നിഴൽ വീണ് താഴ്വരയിൽ കൂടി
നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല എന്ന് പറയത്തക്ക വിധത്തിൽ കർത്താവിന്റെ ഇടയനാകുന്നു എന്ന് പറയത്തക്ക വിധം ഒരു ഇടയ ബന്ധം ഈശോയെ ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ അനുഭവിച്ചറിയട്ടെ. അങ്ങയോട് ചേർന്ന് അങ്ങയുടെ സ്വരം കേട്ട് അങ്ങയുടെ സംരക്ഷണത്തില് അങ്ങയുടെ മക്കളായിരിക്കുമ്പോ യാതൊന്നും ഭയപ്പെടാതെ ആ ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കുന്ന ദാവീദിനെ പോലെ ഞാൻ നിന്നെ തോൽപ്പിക്കും, ഞാൻ ജയിക്കും, ഇത് കർത്താവിന്റെ യുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോലിയാത്ത് എന്ന മലനെ തകർത്തടിച്ചതുപോലെ കൊന്നൊടുക്കിയതുപോലെ ഞങ്ങളുടെ മക്കളെ നേരിടുന്ന അല്ലെങ്കിൽ എതിരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ പരീക്ഷകളെയും, എല്ലാ പ്രലോഭനങ്ങളെയും, എല്ലാ പൈശാചിക പീഡകളെയും വിജയിക്കുവാനുള്ള വലിയ കരുത്ത്, വലിയ ശക്തി ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് നൽകണമേ. അതുപോലെ ഈശോയെ അങ്ങയുടെ മക്കളെ ഞങ്ങൾക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അഭിഷേകം, ഈ ശക്തി, ഈ വിജയം, സുനിശ്ചിതമായ വിജയം അങ്ങയിൽ ഉണ്ടെന്ന സത്യം അനുഭവിച്ച് അങ്ങയോട് അതുപോലെ ചേർന്ന് നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയുടെ കരുത്തിൽ, ശക്തിയിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ആ വലിയ കൃപ, അഭിഷേകം ഞങ്ങളുടെ മക്കളിലേക്ക് ചൊരിയണമേ എന്ന് ഈശോയെ അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോ ആ വലിയ കൃപ, ആ വലിയ അഭിഷേകം, ആ വലിയ ശക്തി ഓരോ മക്കളിലേക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക് നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ മക്കൾക്ക് കഴിഞ്ഞ കാലങ്ങൾ വന്നുപോയ മുറിവുകൾ, അവർക്കുണ്ടായ ഭയം, ചില പരാജയങ്ങൾ, ചില വീഴ്ചകള്, നഷ്ടങ്ങള്, അതിനോർത്തുള്ള വേദനകളും നൊമ്പരങ്ങളും മുറിവുകളും, അതിൽ നിന്ന് ഉണ്ടായ ഭയം, നിരാശ, പരാജയഭീതി, ആന്തരിക മുറിവുകൾ എല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ ഭയവും ആ പരാജയങ്ങളും ഒക്കെ ഞങ്ങളുടെ മക്കളെ വേട്ടയാടുന്ന ഓരോ മേഖലകളെയും ഈശോയെ അങ്ങയുടെ തിരുമുറിവിനാല്, തിരുരക്തത്താല് കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ മുറിവും ഉണക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് പുതിയ ഹൃദയം നൽകണമേ, പുതിയ മനസ്സ് നൽകണമേ, പുതിയ ചിന്തകൾ നൽകണമേ, പുതിയ വികാരങ്ങൾ നൽകണമേ. പുതിയ അഭിഷേകത്തില് ഞങ്ങളുടെ മക്കളെ വിശുദ്ധീകരിച്ച് അങ്ങ് ശക്തിപ്പെടുത്തി പുതിയ മനസ്സോടെ, പുതിയ ശരീരത്തോടെ, പുതിയ ഹൃദയത്തോടെ, പുതിയ അഭിഷേകത്തിൽ നിറഞ്ഞ ബുദ്ധിയോടെ നന്നായിട്ട് പഠിക്കാനും പരീക്ഷയിൽ വിജയം കൈവരിക്കുവാനും കർത്താവെ സംശയിക്കാതെ കർത്താവെ മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പത്രോസ് സംശയിച്ചു, കടലിൽ പെയ്ത് ഈശോയെ നോക്കി നടന്നപ്പോ അവർ താണില്ല. എന്നാൽ അവൻ സംശയിച്ചു, ഭയന്നു, അവർ താണുപോയല്ലോ. കർത്താവെ, അങ്ങ് അവനെ പിടിച്ചു കയറ്റി. ഞങ്ങളുടെ ബലഹീനതകളില്, ഞങ്ങളുടെ മക്കളുടെ നിസ്സഹായതകളില്, കർത്താവെ പരാജയത്തിന്റെ അനുഭവത്തില്, സങ്കടങ്ങളില് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് അങ്ങ് കൈപ്പിടിച്ചുയർത്തി അവരെ ബലപ്പെടുത്തി, അവരെ നിവർത്തി നിർത്തി അങ്ങയോട് ചേർത്ത് പിടിച്ച് കർത്താവെ ഈ കടലിലൂടെ നടക്കാൻ, ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ, ഈ പരീക്ഷകൾ ജയിക്കാൻ ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് വലിയ കൃപയ്ക്കായി, അഭിഷേകത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. ഈശോയെ, പ്രത്യേകിച്ചും OET എക്സാം എഴുതാൻ ഒരുങ്ങുന്ന മക്കള്, IELTS എക്സാം എഴുതാൻ വേണ്ടി ഒരുങ്ങുന്ന മക്കള്, കർത്താവേ ഒത്തിരിയേറെ ദൈവികമായ ജ്ഞാനവും സ്വർഗത്തിന്റെ സഹായവും
ഞങ്ങളുടെ മക്കൾക്ക് വേണം കർത്താവേ. അതിനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. പലവട്ടം എഴുതി തോറ്റുപോയ മക്കളുണ്ട് കർത്താവേ. മക്കളുടെ വേദനകളും നൊമ്പരങ്ങളും അവർക്ക് വേണ്ടി ചെലവഴിച്ച സാമ്പത്തിക മേഖലകളും ഓർത്ത് വേദനിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, എല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ മക്കളെല്ലാവരും അങ്ങയോട് ചേർന്ന് നിൽക്കട്ടെ കർത്താവേ. ഓരോ പരാജയങ്ങളും ഓരോ വീഴ്ചകളും ഞങ്ങൾ അങ്ങയിൽ കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടിയാണെന്ന് അങ്ങയുടെ മക്കൾ തിരിച്ചറിയട്ടെ. അതൊരു വശത്ത്. മറുവശത്ത് കർത്താവേ, അങ്ങയോട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഫലം കിട്ടിയില്ലല്ലോ എന്ന് വേദനിക്കുന്ന അനേക മക്കളുണ്ട്. ഈശോയെ, അങ്ങയുടെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കത്തക്ക വിധം, അങ്ങയിലുള്ള വിശ്വാസത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കത്തക്ക വിധം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് വിജയം നൽകണമേ. ഇതിനോടകം പരീക്ഷ എഴുതി പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും ജയിച്ചില്ലല്ലോ എന്നുള്ള വേദനിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണം. എന്തെങ്കിലും പോരായ്മകളോ ഏതെങ്കിലും രീതിയിൽ അവിശ്വാസത്തോടെ അങ്ങയിൽ നിന്ന് അകന്നു പോയതോ പിറുപിറുത്ത് നിരാശപ്പെട്ട് കർത്താവേ അങ്ങയെ വിശ്വസിക്കാതെ പോയ ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ ഈശോയെ, ഞങ്ങളുടെ മക്കളോട് അങ്ങ് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് അവിടുന്ന് മാപ്പ് കൊടുക്കണമേ. ഈശോയെ, അവരുടെ അവസ്ഥ കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ആ പരാജയത്തിൽ സംഭവിച്ചു പോയ സങ്കടം കൊണ്ടാണ് പലപ്പോഴും ഞങ്ങളുടെ മക്കള് അല്പമെങ്കിലും പിറുപിറുക്കാനോ സങ്കടപ്പെടാനോ ഇടയായത്. ഈശോ, ഞങ്ങളുടെ മക്കളോടെല്ലാം കരുണ കാണിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കി, അങ്ങയുടെ ശക്തി പ്രകടമാക്കി ഉന്നതമായ വിജയം ഞങ്ങളുടെ മക്കൾക്ക് നൽകി. ഈശോയെ, ഈ പരീക്ഷയില് ഈ എക്സാം ജയിക്കുവാൻ വേണ്ട അഭിഷേകം ശക്തി എല്ലാം നൽകി കർത്താവ് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ഈശോയെ നടത്തണമേ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ 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 കൃപയാൽ അനുദിനവും. ഓ ദിവ്യകാരുണ്യമേ, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കർത്താവേ, അങ്ങേക്കൊന്നും അസാധ്യമല്ല. അങ്ങ് സർവജനത പദങ്ങളുടെ ദൈവമായ കർത്താവാണ്. കർത്താവേ, ജോബ് പറഞ്ഞില്ലേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. അങ്ങയുടെ ഉദ്ദേശം ആർക്കും തടസ്സപ്പെടുത്താനാകില്ല. അങ്ങയുടെ കരബലം പ്രകടമാക്കി ഞങ്ങളുടെ മക്കളെല്ലാവരെയും വീണ്ടും വീണ്ടും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരീക്ഷാ പേടിയിൽ കഴിയുന്ന മക്കളുടെ ഭയം എടുത്തു മാറ്റണമേ. വലിയ ധൈര്യം ആ മക്കൾക്ക് നൽകണമേ. പ്രത്യാശയോടും കഴിഞ്ഞ കാലത്ത് തോറ്റുപോയെന്നുള്ള ആ ചിന്തയിൽ നിന്നൊക്കെ മോചിപ്പിച്ച് എനിക്കിത് പറ്റും, എനിക്ക് ജയിക്കാൻ പറ്റും എന്ന വലിയ വിശ്വാസം അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൽ അങ്ങ് ജനിപ്പിക്കണമേ. ഗോലിയാത്തിനോട് ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ നിന്നെ തോൽപ്പിക്കും, ഈ പരീക്ഷ ഞാൻ തോൽപ്പിക്കും, ഞാൻ ജയിക്കും എന്ന് പറയത്തക്ക വിധത്തിൽ ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ, കരുത്തുള്ളവരാക്കി മാറ്റണമേ. ഇപ്പോൾ ഈ നിമിഷം ഭയന്നിരിക്കുന്ന, സംശയിച്ചു നിൽക്കുന്ന, സങ്കടപ്പെട്ട് നിൽക്കുന്ന, പരാജയ ഭീതിയിൽ വേദനിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക് ഈശോയെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ നിമിഷം ശക്തി പുറപ്പെടുവിച്ച് അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കരബലം, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് ഈ സമയം അങ്ങ് പ്രവഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രക്തസാമ്പത്യത്തെ തൊട്ടപ്പോൾ അങ്ങയിൽ നിന്ന് പ്രവഹിച്ച ആ വലിയ ശക്തി, ആ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, അവരുടെ ബുദ്ധിയെ, മനസ്സിനെ, ചിന്തകളെ, വികാരങ്ങളെ, ശരീരത്തെ, ഹൃദയത്തെ തൊട്ട് ശക്തിപ്പെടുത്തി വലിയ പ്രത്യാശയിലും ഉറപ്പുള്ള ധൈര്യത്തിലും വിശ്വാസത്തിലും ബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് ഈ നിമിഷം പ്രത്യേകമാവിധം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കളെ സമർപ്പിച്ച് ഈ ഒരു അഭിഷേകം എല്ലാ മക്കളും നിറയപ്പെടാൻ നമ്മുടെ മക്കൾ നേരെ കൈനീട്ടിട്ടെന്ന പോലെ അനുഗ്രഹിച്ച് ദിവ്യാനുസാരത്തിൽ സമർപ്പിച്ചുകൊണ്ട്
സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി കർത്താവേ. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. വലിയ ശക്തി മക്കളിലേക്ക് പ്രവഹിക്കട്ടെ. പിശാചിക ശക്തികൾ, ഭയത്തിന്റെ രൂപികൾ എല്ലാം നീങ്ങിപ്പോകട്ടെ. വലിയ അഭിഷേകം, വലിയ ശക്തി, വലിയ വിടുതൽ, വലിയ ധൈര്യം, വലിയ അഭിഷേകം ഞങ്ങളുടെ മക്കളിൽ ഇപ്പോൾ നിറയട്ടെ കർത്താവേ. ഈശോയേ ഇടപെടണമേ, ശക്തി പുറപ്പെടുവിക്കണമേ. ഞങ്ങളുടെ മക്കളിലേക്ക്, ബുദ്ധിയിലേക്ക്, ചിന്തയിലേക്ക്, തോന്നലുകളിലേക്ക്, വികാരങ്ങളിലേക്ക്, ആസക്തികളിലേക്ക്, ശരീരത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഈശോയെ അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, സാത്താന്റെ ഭയം മാറിപ്പോകട്ടെ. ഈശോയെ ആരാധന, ആരാധന, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. ഈശോയെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഈശോയെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ അങ്ങേ മക്കൾ കണ്ടിടട്ടെ. എന്റെ യേശുവേ, ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ അങ്ങയുടെ മക്കള്, അങ്ങേ മക്കൾ കണ്ടിടട്ടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ മക്കളിലേക്കും അവരുടെ ചിന്തയൊക്കെ മാറിപ്പോകട്ടെ. അവരുടെ മനസ്സ് ബലം പ്രാപിക്കട്ടെ. അവരുടെ പരാജയത്തിൽ മാറിപ്പോകട്ടെ. പ്രത്യാശ നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, വലിയ അഭിഷേകം പ്രാപിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾക്ക് വേണ്ട എല്ലാം അങ്ങ് ഒരുക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, പഠിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് മകളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് എല്ലാം അനുകൂലമാക്കി കൊടുക്കണമേ. പഠിക്കാൻ പോകുന്ന കോളേജുകൾ, അക്കാഡമി, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, താമസിക്കുന്ന ഹോസ്റ്റലുകൾ, അവരെ പഠിപ്പിക്കാനും അങ്ങ് നിയോഗിച്ച ട്യൂട്ടർമാര്, കർത്താവ് അവരുടെ കൂടെ ആയിരിക്കുന്ന അവരുടെ കൂട്ടുകാര്, ഫ്രണ്ട്സ് എല്ലാം അനുകൂലമാക്കണമേ കർത്താവെ, അനുകൂലമാക്കണമേ കർത്താവെ. ഞങ്ങളെ മക്കൾ പഠിക്കുന്ന ഇടങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ. യാതൊരു പൈശാചിക ശക്തികളോ അന്ധകാര ശക്തികളോ തടസ്സപ്പെടുത്താത്ത വിധം യേശുവേ, ഞങ്ങളെ മക്കൾ പഠിക്കുന്ന അക്കാഡമികളെ, കോളേജുകളെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, താമസിക്കുന്ന ഹോസ്റ്റലുകളെ, കൂടെയുള്ള കൂട്ടുകാരെ, അവരെ പഠിപ്പിക്കുന്നവരെ എല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് അനുകൂലമാക്കണമേ. അപ്പൊ കർത്താവേ, പരീക്ഷയിൽ അവർക്ക് കിട്ടുന്ന ചോദ്യ പേപ്പറുകൾ, അവര് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ അവസ്ഥകളിലും അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. അവർക്ക് വേണ്ടി വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകര്, അവരെല്ലാവരെയും കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് അനുകൂലമാക്കണമേ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ വലിയ സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കളെ അവിടെ പഠന മേഖലകളില്, പരീക്ഷാ മേഖലകളില് എല്ലാം അനുകൂലമാക്കണമേ കർത്താവെ. അവരുടെ ആരോഗ്യം, അവരുടെ ബുദ്ധി, അവരുടെ ഓർമ്മകള്, ചിന്തകള്, അവരുമായിട്ട് ബന്ധപ്പെട്ടവര് എല്ലാം അനുകൂലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, വലിയ ദൈവിക ഇടപെടലിന് വേണ്ടി ഞങ്ങളുടെ മക്കൾ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ജയിക്കണം, ഞങ്ങളുടെ മക്കൾ തോൽക്കരുത് കർത്താവേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടതെല്ലാം അങ്ങ് അറിയുന്നല്ലോ. അങ്ങയിലും ഉറച്ചു വിശ്വസിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് കൃപ നൽകണമേ ഈശോയെ. ഞങ്ങളുടെ മക്കൾ ഒരിക്കലും അങ്ങേ വിട്ട് പോകാതിരിക്കട്ടെ. അങ്ങ് കൂടെയുണ്ടെങ്കിൽ യുദ്ധം വിജയിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ മക്കൾ അങ്ങയെ കാണട്ടെ, ഞങ്ങളുടെ മക്കൾ അങ്ങയെ കാണട്ടെ കർത്താവേ. അങ്ങേ ഇടപെടൽ അനുഭവിക്കട്ടെ കർത്താവേ. അങ്ങ് കൂടെയുണ്ടെന്ന് ആ മക്കൾക്ക് അനുഭവവേദ്യമാകത്തക്ക വിധം കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കണമേ. ഞങ്ങളുടെ മക്കളോട് അങ്ങ് സംസാരിക്കണമേ. ഞങ്ങളുടെ മക്കളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു.
യോഹന്നാൻ 14:23 അങ്ങ് പറഞ്ഞില്ലേ, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനാകുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ മക്കളിൽ മാമോദിസായിലൂടെ ആവസിച്ച് സ്ഥൈര്യത്തിൽ ഉറപ്പിക്കപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ, ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ മക്കളെ എല്ലാ സമയവും പരീക്ഷാ സമയത്ത് പ്രത്യേകിച്ചും അനുസ്മരിപ്പിക്കണമേ. എഴുതേണ്ട ഉത്തരങ്ങള്, പറയേണ്ട കാര്യങ്ങള് എല്ലാം കറക്റ്റായിട്ട് പഠിപ്പിക്കണമേ, അനുസ്മരിപ്പിക്കണമേ, അവരെ കൊണ്ട് എഴുതിപ്പിക്കണമേ. വിശുദ്ധാത്മാവേ, സഹായകനെ, പഠിപ്പിക്കുന്നവനെ, അനുസ്മരിപ്പിക്കുന്നവനെ വാഗ്ദാനമായി അവിടുന്ന് ഞങ്ങളുടെ മക്കളിൽ നിറഞ്ഞ് പഠന മേഖലകളിൽ ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തി അഭിഷേകത്തിനായിട്ട് ഓ കർത്താവേ, അങ്ങയുടെ മക്കൾക്കായി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചങ്കില മക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ, ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ, ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, ദാനിയേലിൻ ദൈവമേ എന്നെ ഉയർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ഈശോയെ, സാമ്പത്തികമായി വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. പരീക്ഷാ ഫീസ് അടച്ച് ഒത്തിരിയേറെ ലോണൊക്കെ എടുത്ത് അമ്മയുടെ താലിമാല പോലും പണയം വെച്ച് UITയും IELTSഉം ഒക്കെ എഴുതാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന മക്കൾ, ഒത്തിരി തോറ്റുപോയ മക്കൾ കണ്ണീരോടെ ഈശോയെ, അവരുടെ മാതാപിതാക്കളും ആ മക്കളും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. ആ മക്കളെല്ലാവരും ചേർത്ത് വയ്ക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മക്കൾ നിരാശപ്പെടാൻ അങ്ങ് അനുവദിക്കല്ലേ ഈശോയെ. ഞങ്ങളുടെ മക്കളുടെ ഉദ്യമങ്ങളെ അങ്ങ് ഫലമണിയിക്കണമേ കർത്താവേ. അവർക്ക് വേണ്ട ജോലി സാധ്യതകൾ അങ്ങ് ഒരുക്കി കൊടുക്കണമേ, എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ. അതിനേക്കാളും എല്ലാം ഉപരി ഞങ്ങളുടെ മക്കൾ അങ്ങയുമായുള്ള ആഴമായ ബന്ധത്തില് വളരട്ടെ, അങ്ങ് വളർത്തണമേ. ലോകത്തിന്റെ പിന്നാലെ പോകാതെ, കൂട്ടുകെട്ടിന്റെ പിന്നാലെ പോകാതെ, ഈ ഭൗതികതയുടെ പിന്നാലെ പോകാതെ ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ ചങ്കിൽ അങ്ങ് ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ മക്കൾ ആരും നശിച്ചു പോകാൻ ഇടയാകാത്ത വിധം അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങൾ അങ്ങയിൽ സുരക്ഷിതരാണ് എന്ന് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കത്തക്ക വിധം യേശുവേ, അങ്ങയുടെ കരവലയത്തിൽ അങ്ങ് ചേർത്ത് പിടിച്ച് അങ്ങയുടെ ഹൃദയത്തിനുള്ളിലേക്ക് ആ മക്കളെ സ്വീകരിച്ച് കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഒരു കോട്ടയുടെ ഉള്ളിൽ എന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് സംരക്ഷിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കളുടെ ചിന്തകളെ ഏറ്റെടുക്കണമേ, തോന്നലുകളെ ഏറ്റെടുക്കണമേ, പഠനത്തെ ഏറ്റെടുക്കണമേ, അവരെ പഠിപ്പിക്കുന്നവരെ ഏറ്റെടുക്കണമേ, അക്കാഡമികളെ ഏറ്റെടുക്കണമേ, പരീക്ഷ നടത്തുന്നവരെ ഏറ്റെടുക്കണമേ, പരീക്ഷാ പേപ്പറും മറ്റും വാല്യൂ ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, നിറയണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവരുടെ ജീവിതവും അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അനുകൂലമാക്കി ഉന്നതമായ വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മക്കളെയും, നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട മക്കളെയും, നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദിവ്യ കാരുണ്യനാഥന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരുണയും അങ്ങയുടെ കൃപയും അങ്ങയുടെ സഹായവും അങ്ങയുടെ ശക്തിയും നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, വിജയം നൽകണം, വഴിതെറ്റി പോകാതെ കാത്തു സൂക്ഷിക്കണം. ഞങ്ങളുടെ മക്കൾ അങ്ങയോട് ചേർന്ന് ജീവിക്കണം. ലോകത്തിന്റെ പിന്നാലെ പോകരുത്, തെറ്റായ കൂട്ടുകെട്ടിന്റെ പിന്നാലെ പോകരുത്. നല്ല ബന്ധങ്ങൾ മാത്രം ഞങ്ങളുടെ മക്കൾ ഉണ്ടാവാൻ പാടുള്ളൂ. വേണ്ടാത്ത ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കണം, വേണ്ടാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കാതിരിക്കണം. സ്വയെ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്ന മക്കളായി ജീവിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സന്തോഷത്തിനും അഭിമാനിക്കാവുന്ന
മക്കളായിട്ട് മാറണം. ജയിച്ചാലും ജോലി കിട്ടിയാലും എവിടെ പോയാലും അംഗീയം മറക്കാത്ത, കുടുംബത്തെ ഉപേക്ഷിക്കാത്ത, മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന, കുടുംബത്തിന് സഹായകരമായി നിൽക്കുന്ന മക്കളായിട്ട് അവരെ വളർത്തണം. എല്ലാ കൃപകൾക്കും വേണ്ടി, എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം നിശബ്ദമായിട്ട് നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ ഭയമൊക്കെ മാറിപ്പോട്ടെ. നമ്മുടെ മക്കൾക്ക് കർത്താവിന്റെ സഹായത്താൽ എല്ലാം അനുകൂലമായി തീരട്ടെ. നമ്മുടെ മക്കൾ നടന്നു പോകുന്ന വഴികള്, കണ്ടുമുട്ടുന്ന വ്യക്തികള്, അവരെ പഠിപ്പിക്കുന്ന ഇടങ്ങള്, അധ്യാപകര്, കൂട്ടുകാര് എല്ലാം നമ്മുടെ മക്കൾക്ക് അനുകൂലമായി തീരട്ടെ. ദൈവികമല്ലാത്തതൊന്നും നമ്മുടെ മക്കളിലേക്ക് കടന്നു വരാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ മനസ്സിലോ ചിന്തയിലോ വികാരങ്ങളിലോ വ്യക്തിബന്ധങ്ങളിലോ ശരീരത്തിലോ അവരുമായിട്ട് ബന്ധപ്പെട്ട ആ അന്തരീക്ഷം, വസിക്കുന്ന വീട്, ഹോസ്റ്റല്, അവർ കിടക്കുന്ന ബെഡ്, അവർ താമസിക്കുന്ന മുറി, അവരുടെ കൂട്ടുകാര് ഒന്നും നമ്മുടെ മക്കൾക്ക് എതിരായി നിൽക്കാതിരിക്കട്ടെ. തെറ്റായ ദുശീലങ്ങളിലേക്ക് നമ്മുടെ മക്കൾ ആരും ചെന്ന് പെടാൻ ഇടയാകാതിരിക്കത്തക്ക വിധം കർത്താവേ, അങ്ങയുടെ വലിയ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഒരു പേടിയും ഞങ്ങളുടെ മക്കളെ തളർത്താതിരിക്കട്ടെ യേശുവേ. കരുത്തോടെ നിവർന്നു നിന്ന് ഒരു പരീക്ഷയും പേടിക്കാതെ അതിന്റെ മേൽ വിജയം കൈവരിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. നിരാശയിൽ പെട്ടുപോയി കിടക്കുന്ന മക്കളുണ്ട്, തോറ്റു കിടക്കുന്ന മക്കള്. ആ മക്കളെ ഇനി ജയിക്കണം. ഞങ്ങളുടെ മക്കൾ ആരും തോൽക്കാൻ പാടില്ല യേശുവേ. നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടങ്ങുന്ന അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ആരും ഇനി തോൽക്കാൻ ഇടയാക്കല്ലേ. തോൽക്കരുത്. ഒരു കരുത്തും ബലവും ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ, എല്ലാവരും പ്രാർത്ഥിക്കും. സന്നിധിയിൽ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തി നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന് കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യുമ്പോ മോശ എന്ന് പറയുന്ന വൃദ്ധൻ, നേതൃത്വം കൊടുക്കുന്ന വ്യക്തി കരം വിരിച്ചു നിന്ന് പ്രാർത്ഥിച്ചു. ആ കൈവിരിച്ചു നിന്ന സമയത്തൊക്കെ ഇസ്രായേൽ ജനം വിജയം പ്രാപിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ കരം വിരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കൾ യുദ്ധം ചെയ്യുന്ന പരീക്ഷാ മേഖല, പഠന മേഖല, ജോലി മേഖല എന്തുവാകട്ടെ, നമ്മുടെ മക്കൾ ജയിക്കും. നമുക്ക് ഒരുമയോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരം വിരിച്ച് പിടിച്ച് മുട്ടുകുത്തി ത്യാഗം ചെയ്ത് കർത്താവിന്റെ വലിയ കരുണയ്ക്കായിട്ട് ഇന്ന ദിനം നമുക്ക് നമ്മുടെ മക്കൾക്കായി പ്രാർത്ഥിക്കാം. കരുണയ്ക്കായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ എല്ലാ മക്കളെയും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവമക്കളെ, എൻ്റെ കൊച്ചുമക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ വലിയ ഐക്യത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, അകൽച്ചകൾ നമ്മുടെ കുടുംബ ബന്ധത്തിലുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകാനും നമ്മുടെ കുടുംബ ബന്ധം കർത്താവിന്റെ സ്നേഹത്തിലും കരുണയിലും ഐക്യപ്പെടാനും വലിയ സ്നേഹത്തോടെ ഐക്യത്തോടെ കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കള്, സഹോദരങ്ങള്, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മരുമക്കള്, സഹോദരങ്ങള് നമ്മുടെ കുടുംബത്തിൽ വേണം. അതിനുവേണ്ടി നമ്മുടെ കുടുംബത്തിലേക്ക് സ്നേഹത്തിന്റെ കരുണയുടെ വലിയ കുത്തൊഴുക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് OET, IELTS എക്സാം എഴുതാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും
നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും കർത്താവിന്റെ വലിയ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും മനസ്സിൽ കണ്ട് അവരെ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ പരീക്ഷയും പഠനവും അവരുടെ എല്ലാ ട്രെയിനിങ്ങും അവിടെ എല്ലാ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും വ്യക്തികളും പരീക്ഷകളും ക്വസ്റ്റ്യൻ പേപ്പറും പരീക്ഷ ഇവാലുവേറ്റ് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ മക്കൾക്ക് അനുകൂലമായി തീരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ കരുണയ്ക്കായി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി വലിയ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ ഒത്തിരിയേറെ മക്കള് ഭയത്തിലും നിരാശയിലും പരാജയപ്പെട്ടതിന്റെ മുറിവിലും വേദനയിലും ആ സങ്കടത്തിലുമൊക്കെ കഴിയുന്നുണ്ട്. നമ്മളെല്ലാം അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂടുതൽ പ്രത്യാശയോടെ കർത്താവിനെ ആശ്രയിച്ച് കർത്താവിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാത്ത വിധം കർത്താവിനെ അതുപോലെ അള്ളിപ്പിടിച്ച് കർത്താവിൽ ഒട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് ഈ പരീക്ഷ ജയിക്കാൻ മക്കൾക്കിടയാകണം. ഓരോ തോൽവിയും കർത്താവിനെ കൂടുതൽ അടുപ്പിക്കുന്ന പരീക്ഷ ജയിക്കാൻ വേണ്ടി മാത്രമല്ല, എന്നും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ ഇടയാകത്തക്ക വിധം നമ്മുടെ മക്കൾ ഈശോയോട് ചേർന്ന് നിൽക്കട്ടെ. അങ്ങനെ ഭയം വിട്ടുമാറി എല്ലാ നിരാശയും മാറി പ്രത്യാശയിൽ ഇനിയുള്ള പരീക്ഷയെ അഭിമുഖീകരിക്കുവാനും നമ്മുടെ മക്കൾ വിജയിക്കാനും കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെല്ലാ മക്കളുടെ മേലും, നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഭയന്നും നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും പരാജയപ്പെട്ടതിന്റെ മുറിവേറ്റും ആക്ക് സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ വിജയം കൈവരിക്കാൻ ഇടയാകട്ടെ. എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും
ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ പാപത്തിന്റെ ശാപങ്ങളോ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ ശാപങ്ങളോ അല്ലെങ്കിൽ ആ മക്കൾ തന്നെ ചെയ്തുപോയ പാപത്തിന്റെ ഏതെങ്കിലും ശാപശക്തികളോ പൈശാചിക ശക്തികളോ അന്ധകാര ശക്തികളോ ദുരാത്മാക്കളോ നമ്മുടെ മക്കളെ സ്വാധീനിച്ച് തടസ്സപ്പെടുത്തി അവരെ കെട്ടിപ്പൊട്ടി ബന്ധിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീക്കപ്പെടാൻ കർത്താവിന്റെ കുരിശുമരണ ശക്തി അവകാശപ്പെട്ടുകൊണ്ട് എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ചുമാറ്റി അങ്ങയുടെ കുരിശുമരണത്തിന്റെ ശക്തിയാൽ പാപത്തെ നീക്കി ശാപത്തെ നീക്കി മരണത്തെ പരാജയപ്പെടുത്തി സാധാരണ അവകാശങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ വിടുവിച്ച് ആ തടസ്സങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നിവർത്തി നിർത്തി ഉന്നതമായ വിജയം പരീക്ഷയിലും ജീവിതത്തിലും ജോലി മേഖലകളിലും മറ്റെല്ലാ തലങ്ങളിലും കൈവരിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. അതിനുവേണ്ടി കർത്താവിന്റെ വലിയ കരുണയ്ക്കായി ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ സമർപ്പിക്കാം. എല്ലാ ശുശ്രൂഷകളെ സമർപ്പിക്കാം. കർത്താവിന്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മൾ ആലയത്തിൽ നിറയപ്പെടാനും ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ യാതൊരു തടസ്സവും കൂടാതെ ഇവിടെ പൂർത്തീകരിക്കപ്പെടാനും കർത്താവിന്റെ മനസ്സറിഞ്ഞ് ഈ ആലയത്തിൽ ശുശ്രൂഷകൾ നയിക്കപ്പെടാനൊക്കെ വേണ്ടി അഭിഷിക്തരെയും ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇത് പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനം. അനേക യുവമക്കൾക്ക് വേണ്ടി ധ്യാനങ്ങളും ശുശ്രൂഷകളും ഈ ആലയത്തിൽ ഒരുക്കപ്പെടണം. അനേകം ആത്മാക്കൾ രക്ഷപ്രാപിക്കണം. അതിനുവേണ്ടി ഈ ആലയത്തെ നാളുകളായിട്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. ഒത്തിരിയേറെ മക്കളെ ഇതിനോടകം കർത്താവ് ഈ ആലയത്തിലൂടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്
ഇനിയും ഉന്നതമായ അഭിഷേകം, കൃപ നിറഞ്ഞ ശുശ്രൂഷകൾ ഈ ആലയത്തിൽ ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേൽ കരുണയ്ക്കായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ സ്നേഹത്തോട് നന്ദി പറയാം. നമ്മുടെ മക്കളെല്ലാവരും ചേർത്ത് സമർപ്പിച്ച് ഈ ആരാധനയെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ആശീർവാദം നമ്മുടെ മക്കളെ പൊതിഞ്ഞു നിൽക്കട്ടെ. ഈശോയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ്, തിരുജലം കൊണ്ട് പൊതിഞ്ഞ്, ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളും കർത്താവിൽ സംരക്ഷിക്കപ്പെടട്ടെ, കർത്താവിൽ യുദ്ധം ചെയ്യട്ടെ, കർത്താവിൽ പരീക്ഷ ജയിക്കട്ടെ, കർത്താവിൽ ജോലി കിട്ടട്ടെ, കർത്താവിൽ വളരട്ടെ, കർത്താവിൽ ഭാവജീവിതം കെട്ടിപ്പടുക്കട്ടെ. അങ്ങനെ കർത്താവിൽ എന്ന് ജീവിക്കുന്ന മക്കളായിട്ട് ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ട ആശീർവാദം ഈ സമയം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ആശീർവാദത്തിന് വേണ്ടി നമ്മെ നമ്മുടെ കുടുംബങ്ങളെ, മക്കളെ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കളുടെ മുറിവുണക്കി അവരെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അവരെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇനിയുള്ള കാലം യുദ്ധം ചെയ്യുന്ന ദിവ്യകാരുണ്യ ഈശോയെ അങ്ങ് ഞങ്ങൾ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്.